മോർണിംഗ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ രാവിലെ എണീറ്റു പാച്ചുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, അവന് കൊണ്ടുപോകാനുള്ള സ്നാക്ക് ബോക്സിലേക്കുള്ള ഐറ്റംസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ തോമുൻ ഓൾറെഡി ഡിവൈൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാച്ചുവിൻ്റെ ഒരു ഫേവറേറ്റ് ഒരു ഡിഷാണ് ഈ സോസേജ് ഓംലെറ്റ്. അപ്പോൾ ഇതാകുമ്പം മുട്ടയും സോസേജും ചീസൊക്കെ ആയിട്ട് അവനിത് മൂന്നും ഈ ഒരു കോമ്പിനേഷൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊരു ഫോർക്കൊക്കെ വെച്ച് കൊടുത്താൽ അത് തന്നെ ഇരുന്ന് കഴിച്ചോളും. പിന്നെ പ്രത്യേകിച്ച് സ്നാക്ക് ബോക്സിൽ വെക്കുമ്പം അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ വെക്കാനാണ് ഞാൻ മിക്കപ്പോഴും ട്രൈ ചെയ്യാറ്. കാരണം നമ്മൾ അവന് നിർബന്ധിച്ച് കഴിക്കുന്ന സാധനങ്ങൾ കൊടുത്തയച്ചാൽ അവൻ കഴിക്കില്ല, അവൻ ഈസി ആയിട്ട് തിരിച്ചു വരും. അപ്പോൾ വീട്ടിൽ വെച്ച് അങ്ങനെയുള്ള ഐറ്റംസ് കൊടുക്കും. അപ്പോൾ പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമായിരുന്നു. അവൻ അപ്പവും ഇഷ്ടമാണ്, അപ്പവും പഞ്ചസാരയും കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കുറച്ച് അതിൻ്റെ മുകളിൽ പഞ്ചസാരയും തൂവി ഇട്ട് കൊടുത്താൽ അതും മുപ്പറിക്കൊന്ന് കഴിക്കാൻ ഇഷ്ടമാണ്. എനിക്കും അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി ഓൾറെഡി ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പവും മുട്ടക്കറിയാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിൽ നിന്ന് അപ്പം എടുത്ത് വെച്ചു. അതുപോലെ സ്മൈലിയും വെച്ചു. സ്മൈലിയും അവന് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്, അപ്പോൾ അതും അവൻ കഴിച്ചോളും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് പാച്ചു ഇന്ന് സ്നാക്ക് ബോക്സിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അപ്പോഴത്തേക്കും പാച്ചുതായി എണീറ്റു. അപ്പോൾ അപ്പൻ്റെ കൂടെ പേപ്പർ വായിക്കാനായിട്ട് ഇരിക്കുകയാണ്. മൂപ്പര് മൂഡിലായിട്ടില്ല കേട്ടോ. അങ്ങനെ ബാഗിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ പാച്ചുവിനെയും തോമുനെയും കൊണ്ടുവന്നാക്കാൻ പോകണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ പെണ്ണുങ്ങൾക്കും കുറച്ചെങ്കിലും ഡിസ്കംഫേർട്ട് വരുന്നൊരു സമയമാണ് നമ്മുടെ പീരിയഡ്സിൻ്റെ സമയം. പ്രത്യേകിച്ച് റാഷസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ പാഡ് യൂസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ കുറച്ച് 2-3 സൈക്കിളായിട്ട് ഞാനിപ്പോൾ പ്ലഷിൻ്റെ ഈ ഒരു പാഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും ഗേൾസാണ്, അപ്പോൾ അവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നിയിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് 100% US കോട്ടൺ കൊണ്ടാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 100% റാഷ് ഫ്രീ ഗ്യാരൻറ്റി ആണ് കേട്ടോ. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് സൈക്കിൾസായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്കിത് വളരെയധികം കംഫർട്ടായിട്ട് തോന്നി. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പാക്ക് വരുന്നത് തന്നെ നമ്മുടെ ഒരു ഹോൾ സൈക്കിളിന് വേണ്ടിയിട്ടുള്ളൊരു പാക്ക് പോലെയാണ് വരുന്നത്. നമുക്ക് വേറെ പിന്നെ എക്സ്ട്രാ ഒന്നും വാങ്ങിക്കേണ്ടി വരില്ല. നമ്മുടെ ഫ്ലോ അനുസരിച്ച്, അതായത് മീഡിയം ടു ഹെവി ഫ്ലോ വരെയുള്ള ബ്ലീഡിങ്സിനാണ് അങ്ങനെയാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് പാക്കേജിൽ വരുന്നത് കേട്ടോ. അതായത് ലാർജ് പാഡ്സ് ഉണ്ടാവും, എക്സ്ട്രാ ലാർജ് പാഡ്സ് ഉണ്ടാവും, പാൻറ്റി ലൈനേഴ്സ് ഉണ്ടാവും. ഇങ്ങനെ 3 കാറ്റഗറി ഉള്ളതാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ഹോൾ പീരിയഡ്സിൻ്റെ സൈക്കിൾ നമുക്ക് ഈ ഒരു ബോക്സ് മതി. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര എക്സ്ട്രാ തിന്നാണ്, ഭയങ്കര തിന്നാണ് കണ്ടോ, ഭയങ്കര തിന്നാണ്, ഭയങ്കര സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. ഒരു റാഷസോ ഒരു ഇച്ചിനെസ്സോ ഒന്നും ഫീൽ ചെയ്യില്ല. ഇതിൻ്റെ സേഫ് സൈഡും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് പാരബൻ ഫ്രീ ആണ്, ക്ലോറിൻ ഫ്രീ ആണ്, മാത്രമല്ല ഫ്രാഗ്രൻ ഫ്രീയും ആണ്. അപ്പോൾ നമ്മുടെ ഇൻറ്റിമേറ്റ് സംഭവങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന അല്ലാതെ നമ്മുടെ സേഫ്റ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ ശരിക്കും 8 ലാർജ് പാഡ്സ് ആണ് വരിക. 8 ലാർജ് പാഡ്സും 6 എക്സ്ട്രാ ലാർജ് പാഡ്സും ആണ് വരിക. നമുക്ക് ഹെവി ഫ്ലോ ഉള്ള സമയത്തും അല്ലെങ്കിൽ ഫ്ലോ കുറയുന്ന അനുസരിച്ച് നമുക്ക് പാഡിൻ്റെ യൂസേജ് നമുക്ക് മാറ്റാം. മാത്രമല്ല ലാസ്റ്റ് കുറച്ച് ദിവസങ്ങൾ നമുക്ക് അങ്ങനെ ഒരു ഫുൾ പാഡ് യൂസ് ചെയ്യേണ്ട ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ അതിന് തന്നെ ഇവർക്കിതിൽ പാൻറ്റി ലൈനേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹൈ ഓൺ അബ്സോർബൻസി ആൻഡ് കംഫർട്ട് ആണ് കേട്ടോ ഈ ഒരു പാഡ് യൂസ് ചെയ്യുമ്പോൾ. മാത്രമല്ല 100% ലീക്ക് പ്രൂഫാണ്. മാത്രമല്ല ഇവരുടെ കീ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത് സൂപ്പർ തിൻ, സൂപ്പർ സോഫ്റ്റ്നെസ് ആൻഡ് സൂപ്പർ അബ്സോർബൻസി ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പീരിയഡിൽ നമുക്ക് വളരെ കംഫർട്ടാണ് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. ഞാൻ ഇവരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ DIM 15 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 15% ഡിസ്കൗണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ റെഡിയായി പാച്ചുവിനെയും തോമുനെയും ഒക്കെ കൊണ്ട് ഞങ്ങളിതാ പോവാണ് ഫസ്റ്റ് സ്കൂളിലേക്ക്. അപ്പോൾ അപ്പാപ്പനാണ് ഞങ്ങളുടെ സാരഥി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ തന്നെ അപ്പാപ്പനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാറിൽ. ആ സമയത്ത് നല്ല റഷായിരിക്കും. അപ്പോൾ കാറ് പാർക്ക് ചെയ്ത് അവരെ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനും കൂടി പോയാൽ അപ്പാപ്പൻ കാറ് തിരിച്ചു വരുന്ന നേരം കൊണ്ട് ഞാൻ അവരെ ആക്കിയിട്ട് തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ അവരെ ആക്കി ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഇവിടെ ചാക്കോച്ചൻ ഫോണിൽ പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഡാൻസിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി
നമ്മുടെ സ്കിൻ കെയറിലേക്ക് കടന്നു. കാരണം അവരില്ലാത്ത സമയത്ത് ഇതൊക്കെ പറ്റുള്ളൂ. പിന്നെ നിങ്ങളെപ്പോഴും ഭയങ്കരമായിട്ട് എന്നെ എൻകറേജ് ചെയ്യുന്ന കാരണം എനിക്ക് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ അല്ലെങ്കിൽ സ്കിൻ ഒന്ന് മുമ്പത്തെ പോലെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ ഭയങ്കര ഉന്മേഷമാണ് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്കിൻ കെയറിൻ്റെ ഇപ്പോഴത്തെ എന്താണ്, സ്കിൻ ഗ്ലോയിങ് ആയിട്ടുണ്ട്, ബെറ്റർ ആയിട്ടുണ്ട് എന്നൊക്കെ. ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോ, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. അപ്പോൾ മമ്മിയും ഡാഡിയും നല്ല തിരക്കിലാണ്. ഇപ്പം നല്ല അടിപൊളിയായിട്ട് ബിസിനസ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഡിസ്റ്റർബ് ചെയ്യാൻ ഞങ്ങൾ പോവാറില്ല. അപ്പോൾ ഇതേ ഇന്നത്തെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ ഉണ്ടാക്കി വെച്ചത് ഇതേ നല്ല പെപ്പർ ചിക്കനും രസവുമാണ് ഇന്നത്തെ ലഞ്ചിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ചോറ് ദേ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. ചാക്കോച്ചൻ ദേ അവിടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അവൻ ഇറങ്ങി വന്നു. അവൻ അധികം ഉറങ്ങാൻ ഇഷ്ടമല്ല ഡേ ടൈമിൽ. അപ്പോൾ അവനെ കുറച്ച് നേരം കളിപ്പിച്ചിരുന്നതിന് ശേഷം ഇനിയിപ്പോൾ രാത്രിക്ക് വെക്കാനുള്ള നോൺ വെജ് ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അതായത് ഇന്ന് രാത്രിയിലേക്കും നാളെ ഉച്ചത്തേക്കുള്ള ഐറ്റംസ് വറുക്കാൻ പുരട്ടി വെച്ച മീനും ബീഫും പിന്നെ മീൻ കറി വെക്കാനുള്ള കഷ്ണങ്ങളും എടുത്ത് കേട്ടോ. ഫേസൊക്കെ വാഷ് ചെയ്തു. അപ്പം നിങ്ങൾ പറയുന്ന കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഒന്നുമില്ല, ഞാൻ മുമ്പ് സ്കിൻ കെയർ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സെയിം റുട്ടീൻ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 10 ദിവസമൊക്കെ ഗ്യാപ്പ് വന്നു ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യാണ്ട്. പക്ഷേ മോശമായില്ല. പക്ഷേ എൻ്റെ ലിപ്സ് ഒന്നും ഇവിടെ എന്താണെന്നറിയില്ല, എന്തോ ഒരു അലർജി വന്നിട്ട് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. പക്ഷേ സ്കിന്നൊക്കെ നന്നായിട്ടിരിക്കണം. അപ്പോൾ 2 ദിവസമായിട്ട് വീണ്ടും ഞാൻ പണ്ടത്തെ റുട്ടീൻ തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ റുട്ടീൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചില്ലല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ മിസ് ചെയ്തതായിരിക്കും ആ വീഡിയോ. അപ്പോൾ അത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ. ഒരു കുറച്ച് ദിവസം മുമ്പിട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയോളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അവരെ കൊണ്ടുവരേണ്ട സമയമോ. അപ്പോൾ അതുകൊണ്ടാണ് തലേ ദിവസമൊക്കെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് എന്താ പറയുക ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ അവരെ കൊണ്ടാക്കി വന്നിട്ട് ആണ് ഞങ്ങളുടെ ക്ലീനിങ് പരിപാടികളൊക്കെ. കാരണം പിള്ളേരുള്ള സമയത്ത് അതൊന്നും നടക്കില്ല. അപ്പോൾ ഡിവൈൻ ഒന്ന് ചെയ്യുമ്പോൾ ഡിവൈൻ അടിക്കുകയാണെങ്കിൽ ഞാൻ തുടയ്ക്കും. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ പരസ്പരം ഒരു ധാരണയിലാണ് ഞങ്ങളെല്ലാം പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഒരു കോൾ വന്നത്, അതാണ് ശ്രദ്ധ മാറിപ്പോയത്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ചോറ് ഊറ്റി അത് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ മാസ്കൊക്കെ ഇട്ട് നിൽക്കുക. കാരണം അവരില്ലാത്ത സമയത്ത് നമുക്ക് സ്വസ്ഥമായിട്ട് അതും ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അവരെ കൊണ്ടുവരേണ്ട സമയമായി. 12:50 അപ്പം ഇനി വേഗം രണ്ടും കൂടെ റെഡി ആയിട്ട് പോയിട്ട് അവരെ പിക്ക് ചെയ്തിട്ട് വരണം. പിന്നെ അവർക്ക് ചോറ് കൊടുത്ത് ഉറക്കി പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്കറിയാം. എന്നാലും ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ തുടർച്ചയായിട്ട് കാണുക. അപ്പോൾ ഞാൻ അവരൊന്ന് പിക്ക് ചെയ്യാൻ പോട്ടെ. ശരിക്കും ഫസ്റ്റ് സ്കൂളിൽ പിക്ക് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. പക്ഷേ അവർ ഒന്ന് സെറ്റിലായിട്ട് തോന്നുന്നു, ഒന്നും കൂടി ഒന്ന് സെറ്റിലായതിന് ശേഷം തന്നെ വണ്ടിയിൽ കയറ്റി വിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞങ്ങൾ തന്നെയാണ് കൊണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഓട്ടോ ഹബിലൊന്ന് കയറി. ഇതാണ് നമ്മുടെ ഡോൺ ചേട്ടൻ്റെ ഹബ്ബ്. നിങ്ങളെപ്പോഴും കേട്ട് അറിയുന്നുണ്ടാവും. അവിടെ ഒന്ന് കയറി പിന്നെ ജസ്റ്റ് ഇത് ഞങ്ങൾ ഫസ്റ്റ് സ്കൂളിൽ എത്തിയപ്പോൾ അതേ സഖാക്കൾ 2 പേരും വന്നു. പാച്ചു കാറി കയറിയിട്ട് മാമിനെ കണ്ടപ്പോൾ തിരിച്ചു ഓടിപ്പോയതാണ്. അത്രയും ഇഷ്ടമാണ് അവൻ അവിടെയും അവിടുത്തെ ടീച്ചേഴ്സിനെയും എല്ലാവരെയും. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ അവിടെ നിന്ന് വന്ന് കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. ക്രീം ബണ്ണൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലെല്ലാവർക്കും. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് അതെടുത്തു. അപ്പോഴത്തേക്കും പിന്നെ ആവശ്യങ്ങൾ കൂടിയിട്ടോ. ഞാൻ ഇവരിറക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പും അവരിറങ്ങി. അപ്പോൾ അങ്ങനെ ജ്യൂസ് വേണം, മിഠായി വേണം, കേക്ക് വേണം. ഒരു 100 കൂട്ടം പറഞ്ഞെങ്കിൽ ഒരു 2 കൂട്ടത്തുമ്മ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ചു കൊടുത്തു. ഞാൻ വേഗം അവിടെ നിന്ന് 2 പേരെയും കയറ്റി. കാരണം ഇപ്പോൾ 2 പേരും ചോദിച്ച് ഓരോന്ന് വാങ്ങിച്ചു തുടങ്ങിയിട്ടോ. അപ്പോൾ തോമുവിൻ്റെ മെയിൻ സംഭവം ജ്യൂസും ഐസ്ക്രീമും ആണ്. അപ്പോൾ ഐസ്ക്രീം ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല, കാരണം മേത്ത് മുഴുവനാക്കും. അപ്പോൾ അങ്ങനെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് 2 ആളെയും അകത്തേക്ക് തള്ളി കയറ്റി തന്നെ പറയാം. 2 പേർക്കും വരാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം ഒരു ലോലിപോപ്പ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിരുത്തി. അങ്ങനെ ഞങ്ങളിതേ വീട്ടിലെത്തിയപ്പോഴത്തേക്കും പാച്ചുവിന് ഞാൻ ഉച്ചയ്ക്ക് മിക്കപ്പോഴും കഞ്ഞിയാണ് കൊടുക്കുക. കഞ്ഞി ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വയറിൻ്റെ ഇഷ്യൂ വന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങളായിട്ട് കഞ്ഞിയാണ്. പക്ഷേ ഇന്ന് അവന് കഞ്ഞി മടുത്തു. അപ്പോൾ ഒരു നിലയ്ക്കും അവൻ കുടിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ചോറ് ഉരുളെടുത്തി വെച്ച് കൊടുത്ത് നോക്കി. അപ്പോൾ അതും അവന് താല്പര്യമില്ല. ഈ തോമുവിൻ്റെ കുപ്പി നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. അപ്പോൾ അതിൽ ഭയങ്കര ഇഷ്ടമായിട്ട് ആ കുപ്പിയിൽ കഞ്ഞി ഒഴിച്ച് തരാൻ പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കഴിക്കണമല്ലോ. അങ്ങനെ ഞാൻ കുപ്പിയിൽ കഞ്ഞി ഒഴിച്ചിട്ട് ആ ആപ്പി ഫിസ്സിൻ്റെ കുപ്പിയിൽ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടി കേട്ടോ. അങ്ങനെ ഞാനും പെട്ടെന്ന്
ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ വെച്ചുകൊണ്ട് പറയല്ല, എൻ്റെ ചിക്കൻ അടിപൊളിയായിരുന്നു. നല്ല കുരുമുളകിട്ട് വരട്ടിയ ചിക്കനും രസവും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അങ്ങനെ ഡിവൈനൊക്കെ കഴിച്ചു മുകളിലേക്ക് ഓൾറെഡി കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ബീഫ് ഒന്ന് വേവിച്ച് വെച്ചിട്ട് പാച്ചുവിനെ ഫ്രഷാക്കി ഉറക്കാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീഫൊക്കെ ഇതേ കഴുകിയിട്ടു. ഞാൻ ബീഫ് ഡ്രൈ ഫ്രൈ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം വെച്ച് അത് പതുക്കെ സ്ലോ കുക്ക് ചെയ്ത് വേവുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചു. അപ്പോഴത്തേക്കും അടുക്കളയൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങൾ കഴുകാനായി. അങ്ങനെ ശരിക്കും ഈ വീഡിയോയിൽ കാണുന്ന പോലെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഇതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റിയെങ്കിൽ എന്തൊരു എളുപ്പമായിരുന്നല്ലേ. അങ്ങനെ പാച്ചുവിന് പാലിന് വേണ്ട ചൂടുവെള്ളമൊക്കെ ആക്കി ഞങ്ങൾ പോയി അവനെ കുളിപ്പിച്ചു കൊണ്ടുവരുന്ന സീനാണിത്. അങ്ങനെ അവനെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ ഉറങ്ങാനുള്ള പുറപ്പാടാണ് കേട്ടോ. ഉറങ്ങുന്നതിന് മുമ്പ് പാൽ കുടിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ പാലും എടുത്ത് വെച്ചു. എനിക്കും ഇവൻ ഉറങ്ങുന്ന സമയം എനിക്കും കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. എനിക്കും കുറച്ചൊരു എന്തെങ്കിലും ഒരു മീ ടൈം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സമയമാണ്. പക്ഷേ നാശൻ എന്ത് ചെയ്താലും ഉറങ്ങാനൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. വേനെടുക്കണേ, ഒഴിഞ്ഞതോ പാച്ചു. മതി ഇഞ്ചക്ഷൻ, 2 ഇഞ്ചക്ഷൻ കിട്ടി, മതി. ഇനി വേണ്ട, ഇനി പാച്ചുവിന് ഇഞ്ചക്ഷൻ അമ്മ ചെയ്യാം. ബാ ഉറങ്ങാൻ വാ. മതി മതി മതി. ബാ കിടന്ന് കുടിച്ചിട്ട് ഉറങ്ങിക്കോ പാച്ചു. അതെ അതിലെ ജിറാഫ് ഉണ്ടോ നോക്കട്ടെ. ജിറാഫ് ഉണ്ട് അല്ലേ. ട്രീ ആണോ അത്? ട്രീ. പിന്നെന്തല്ലേ ഇതെന്താ? എന്താ പറഞ്ഞേ? സീബ്ര. ഇപ്പം വാച്ചുവിന് എന്ത് കണ്ടാലും ഇതെന്താന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. തീരാത്ത സംശയങ്ങളാണ് പുള്ളിക്കാരന് കേട്ടോ. ചില സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് തോന്നും, ചില സമയത്ത് ഭ്രാന്ത് പിടിക്കും. കാരണം നമ്മളിങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ വെമ്പി നിൽക്കുന്ന സമയത്താവും അവൻ്റെ കുറേ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കാം. അങ്ങനെ എങ്ങനെയെങ്കിലും ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് ഞാനതൊക്കെ മാറ്റി കിടത്തി. ഞാൻ കണ്ണടച്ച് ഉറങ്ങുന്ന പോലെയും കൂർക്കം വലിച്ചിട്ടൊക്കെ അഭിനയിച്ചെങ്കിലും അവന് ഉറങ്ങാൻ യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ മൈ ഗോഡ്, എൻ്റെ അവസ്ഥ കണ്ടാ നിങ്ങൾ? എന്താണെന്നറിയില്ല, പാച്ചൊന്നും ഉറങ്ങിയില്ല. എന്നായിട്ട് എന്താ പറയുക, തരിപ്പണമാക്കിയെന്ന് പറയാം. കണ്ട ബെഡൊക്കെ കിടക്കണ എടുപ്പുണ്ടോ? എല്ലാ ദിവസവും ഉറങ്ങാറുള്ളതാണ്. ഇന്ന് അവൻ ഉറങ്ങണ്ട. ഇന്ന് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാം, പീരിയഡ്സ് ഒക്കെ അല്ലേ എന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോൾ അവൻ ഉറങ്ങണ്ട. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവൻ ഉറങ്ങണ്ട. ഇനിയിപ്പോൾ അവൻ ഉറങ്ങിയാൽ ഇന്ന് നാളെ എണീക്കില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇനിയിപ്പോൾ ഞാൻ അവനെ ഉറക്കാൻ ശ്രമിക്കുന്നില്ല. ഞങ്ങളിതേ വേഗം പുറത്തേക്ക് പോവാണ്. ഇനി ഇവിടെ നിർത്തിയാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. കാരണം ഓൾറെഡി ഇപ്പോൾ 5:30 ഇനിയിപ്പോൾ ഉറങ്ങിയാൽ 7:30 8 അവൻ എണീക്കും. അപ്പോൾ പിന്നെ രാത്രി ഞാൻ ഉറങ്ങണ്ട. അപ്പോൾ നമുക്കിന്ന് നേരത്തെ കിച്ചണിലേക്ക് പോവാം കേട്ടോ. കമോൺ പക്ഷേ വാ, മതി വലിച്ചിടാൻ വേണ്ടി മെനക്കെട്ട് നിൽക്കാവേ. ഹായ് പറയും. ഇനിയിപ്പോൾ എന്നാൽ നേരെ കിച്ചണിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ബീഫ് അവിടെ വെന്തിരിക്കുന്നുണ്ട്, നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. അതായത് നന്നായിട്ട് കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഡോൺ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ. ഡോൺ ചേട്ടന് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ചിക്കൻ ഡിഷസൊക്കെ മിക്കവാറും ഞങ്ങൾ ഉച്ചയ്ക്ക് എടുക്കും. ബീഫിൻ്റെ ഐറ്റംസൊക്കെ മിക്കവാറും രാത്രിയിലേക്കായിരിക്കും വയ്ക്കുക. അപ്പോൾ ഡോൺ ചേട്ടനും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ബീഫ് വേവിച്ചത് ഈ മസാലയിലേക്ക് ഇട്ടു. നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ അറിയുന്നതല്ല, അപ്പം ഞാനായിട്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് റെസിപ്പി ആയിട്ടൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാണ്ടിരുന്നത് കേട്ടോ. നല്ല നാടൻ രീതിയിൽ കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇമോഷനാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഡ്രൈ ആക്കി കറുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ വെച്ച് വിളമ്പാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അതിൻ്റെ റിവ്യൂ കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ. നമുക്ക് കഴിച്ച് നോക്കുമ്പോൾ ഏകദേശം ടേസ്റ്റ് അറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മ പറഞ്ഞാലും ഞാൻ നെക്സ്റ്റ് ടൈം അത്
അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യാനും ശ്രമിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ബീഫ് റെഡിയാക്കി മാറ്റി വെച്ചു. ഇനി ഇതേ നമ്മുടെ മാന്തൽ ഞാൻ കറി വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അത് നാളത്തേക്കാണ് കേട്ടോ. ബീഫ് ഇന്ന് രാത്രിയിലേക്ക്, മാന്തൽ കറി നാളെ ഉച്ചത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. മാന്തലിൻ്റെ വാലും തലയും അങ്ങനത്തെയൊക്കെയുള്ളൂ. നടുക്കഷ്ണം ഞങ്ങൾ മുൻപേ വറുത്ത് കഴിച്ചു. അപ്പോൾ ദേ നല്ല തക്കാളിയും വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല നാടൻ മാന്തൽ കറിയും അതും റെഡി. ഇപ്പോൾ നാളത്തേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇത് ഞാൻ ആ ബീഫ് വേവിച്ചതിന് കുറച്ച് ബീഫ് മാറ്റി വെച്ച് കീമയാക്കിയതാണ്. വേറൊന്നുമല്ല, പാച്ചുവിന് നാളെ ടിഫിന് കട്ട്ലറ്റ് അവന് ഭയങ്കര ഇഷ്ടമാണ്, ബീഫ് കട്ട്ലറ്റ്. അപ്പോൾ ഒരു കുഞ്ഞി ഉരുളക്കിഴങ്ങും വേവിച്ച് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഞാൻ വെച്ചു. പിന്നെ നാളെ രാവിലെ ജസ്റ്റ് മുട്ട പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് കട്ട്ലറ്റ് ആക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് ആ പണിയും തീർത്ത് വെച്ചു. അപ്പോൾ ഇന്നെല്ലാം പെട്ടെന്ന് തീർന്നു കേട്ടോ. അങ്ങനെ ദേ തോമും പാച്ചും TV കാണാനായിട്ട് ഇരിക്കുകയാണ്. കുറേ ദിവസമായി വിചാരിക്കണു പാച്ചോറ് കഴിക്കണമെന്ന്. ചിലർ വിഷുക്കട്ടാന്ന് കേട്ടോ പറയുക. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു നാളെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഈ പാച്ചോറ് ഉണ്ടാക്കി വെക്കാമെന്നുള്ളത്. അപ്പം മമ്മി ബിസിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടോ. ഉണ്ടാക്കി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പാച്ചോറൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി അത് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, വേഗം ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഇന്നത്തെ പരിപാടികൾ മൊത്തം കഴിഞ്ഞു കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ കുറച്ച് നേരത്തെയായി എല്ലാതും. ഇനിയിപ്പോൾ പാച്ചുവിനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞാണ്ട് എല്ലാ പരിപാടികളും കഴിഞ്ഞു. അവൻ ചോറുണ്ടു. ഇത് ഡിവൈനാണ് അവന് ചോറ് കൊടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ വേഗം കയറി കിടന്ന് ഉറങ്ങുക. വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ കുളിച്ചിട്ട് വരാം. അങ്ങനെതാ കുളിയും കഴിഞ്ഞു. ഇനി വേറെ ഒന്നുമില്ല, വേഗം കിടന്ന് ഉറങ്ങണം. ഉച്ചയ്ക്കൊന്ന് വലിയ റെസ്റ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ദിവസം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നാളെ കാണാം കേട്ടോ. ബൈ.